നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ഒടുവിൽ അൻവറിന്റെ മുന്നിൽ കോൺഗ്രസ് മുട്ടുകുത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി തൃണമൂൽ കോൺഗ്രസിനെ UDFിലെ അസോസിയേറ്റ് പാർട്ടിയാക്കാൻ തീരുമാനം. അപ്പോൾ അൻവറിന്റെ വിലപേശൽ തന്ത്രം ഫലിച്ചു എന്നർത്ഥം. പറയാതിരിക്കാൻ വയ്യ, PV അൻവർ ഒരു കുറുക്കൻ തന്നെ. അവസാനം അദ്ദേഹം ആഗ്രഹിച്ചത് നേടിയെടുത്തു. തന്നെ മാത്രമല്ല, തന്റെ പാർട്ടിയെയും അദ്ദേഹം കോൺഗ്രസിന്റെ ഭാഗമാക്കി. ഹൈക്കമാൻഡ് അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ പ്രഖ്യാപനവും ഉണ്ടാകും. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നീട് തീരുമാനിക്കുമെന്നാണ് സൂചന. ഇനി എന്തോന്ന് ഉൾപ്പെടുത്താൻ? ഘടകകക്ഷിയായി പരിഗണിക്കാതെ സഹകക്ഷിയായി പരിഗണിക്കുന്ന രീതിയാണ് അസോസിയേറ്റ് പാർട്ടി എന്നത്. അസോസിയേറ്റ് പാർട്ടി മുന്നണിക്കകത്ത് നിൽക്കുന്ന പാർട്ടിയായിരിക്കില്ല. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശിനെ ചുമതലപ്പെടുത്തിയത്. നിലമ്പൂരിലെ മുൻ MLA PV അൻവറുമായി ചർച്ച നടത്തണം, ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തണമെന്നതായിരുന്നു യോഗത്തിലെ തീരുമാനം. ക്ഷണിതാവ്, അസോസിയേറ്റ് പാർട്ടി എന്നീ രണ്ട് നിലയിലാണ് UDFിൽ പാർട്ടികളെ ഉൾപ്പെടുത്തുന്നത്. നിലവിൽ 6 MP മാത്രമായിരുന്നു UDFിലുള്ള അസോസിയേറ്റ് പാർട്ടി. നിയമസഭയിൽ സ്വതന്ത്രമായ നിലപാടെടുക്കാൻ അസോസിയേറ്റ് പാർട്ടിക്ക് സാധിക്കും. അധികം വൈകാതെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയായി മാറ്റാനുള്ള നീക്കവും നടക്കുന്നുണ്ടെന്നാണ് സൂചന. തൃണമൂൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തുന്നതിൽ ഘടകകക്ഷികൾക്ക് എതിർപ്പില്ലെന്നാണ് ലഭിക്കുന്ന വിവരവും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ അസോസിയേറ്റ് പാർട്ടി എന്നൊക്കെ പറയുന്നത് വെറും പ്രഹസനം മാത്രം. തൃണമൂലിനെ കോൺഗ്രസിനെ വലയ്ക്കും, അതാണ് സംഭവിക്കാൻ പോകുന്നത്. നിലമ്പൂരിൽ കണ്ണുവെച്ച് കോൺഗ്രസ് നടത്തുന്ന ഓരോ തത്രപ്പാടുകളെ, എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് സഹിക്കേണ്ടി വരുന്നത്. ഇനിയിപ്പം മമതാ ബാനർജിയെ കാണാൻ പോലും PV അൻവർ പോകുന്നില്ല. എന്നിട്ടൊരു മുടന്തൻ ന്യായം കൂടി. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മമതയുമായുള്ള ഇന്നത്തെ കൂടിക്കാഴ്ച അൻവർ ഒഴിവാക്കിയത്രേ. ഇനിയിപ്പോൾ എന്തൊക്കെ ആയാലും അൻവർ എന്ന കുറുക്ക് ബുദ്ധിയിലൂടെ തന്റെ ഉദ്ദേശം നേടിയെടുത്തു കഴിഞ്ഞു. ഒട്ടും വൈകില്ല അൻവറിന്റെ ഔദ്യോഗിക കോൺഗ്രസ് പ്രവേശനം. നന്ദി, നമസ്കാരം. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.